ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ ഇത് സിഡ്നിയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ട്രെയിൻ സ്റ്റേഷനാണുള്ളത് കേട്ടോ. ഇതിൻ്റെ പേരാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങളെല്ലാം വിചാരിക്കേണ്ട ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് സിഡ്നി ആയിരിക്കും എന്നല്ലേ? എങ്കിലല്ല. ഓസ്ട്രേലിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാൻബറയിലാണ്. അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ സിഡ്നിയിലാണ്. സിഡ്നി എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് സിഡ്നി ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ACT, അതായത് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള ക്യാൻബറ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് ഞാനിന്നൊരു ട്രാവൽ നടത്തുവാണ് കേട്ടോ. ഇനി വരുന്ന 2-3 ദിവസം ഞാൻ അവിടെ ആയിരിക്കും ഉണ്ടാവുക. ക്യാൻബറയാണ് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്നത്. ഞാനങ്ങനെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ കാണുന്ന ട്രെയിനില്ലേ, ഈ ട്രെയിനിലാണ് നമ്മൾ സിഡ്നിയിൽ നിന്ന് ക്യാൻബറയിലേക്ക് പോകുന്നത്. ഇതാകെ ഒരു 3 കോച്ചുള്ളൊരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇനി ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇൻ്റർസ്റ്റേറ്റ് ട്രെയിനിൽ കയറുവാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ട്രെയിനിൻ്റെ ഉൾഭാഗം. 2x2 സെക്ഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സീറ്റ് എന്ന് പറയുന്നത് 20 ഏറ്റവും ബാക്കിലാണ്. കാണാൻ നല്ല രസമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അടിപൊളി. അങ്ങനെ ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് സീറ്റ്, നല്ല കംഫർട്ടബിളായ സീറ്റാണ്. നമുക്കിത് ജസ്റ്റ് പുഷ് ബാക്ക് ഉണ്ട് കേട്ടോ. 8 സീറ്റിന് നമുക്ക് ജസ്റ്റ് ഇത്രയും വരെ പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ബാഗിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ കാലൊക്കെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ട്രേ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ട്രേ ഉണ്ട്. ഇടക്കിട്ടും പിന്നെന്താ, ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറുണ്ട്. നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൽ. നമുക്ക് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം. നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇതിൽ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഷാർപ്പ് 7:11 ആയപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിഡ്നിയോട് വിട പറഞ്ഞ് ഇനി ക്യാൻബറയിലേക്ക് പോവുകയാണ്. അപ്പം ഇനി കാണുന്നത് ഈ ട്രെയിനിലെ നമ്മുടെ യാത്രയിലുള്ള കുറച്ച് വിഷ്വൽസൊക്കെ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. അപ്പം ട്രെയിൻ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇത് ട്രെയിനിലെ ബുഫേ കാർട്ടാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് മഫിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കോഫി, ബേസിക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് വേണ്ടവർക്ക് ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കാവുന്നതാണ്. ഈ മെനുവിലുള്ള ഐറ്റംസാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്. ഞാൻ 2 കോഫി പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ കോഫി എടുത്തുകൊണ്ടിരിക്കും. അത്യാവശ്യം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ ഉള്ളുണ്ട് കേട്ടോ. അപ്പം സിഡ്നിയിൽ നിന്ന് ക്യാൻബറയിലേക്കുള്ള ട്രെയിനിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടിംടാൻ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഒരു കോഫി, പിന്നെ ഇതൊരു ഗൊക്കമോളിയാണ്. നമ്മുടെ സാൻഡ്വിച്ച് എന്ന് പറയുന്ന സാധനം, അവക്കാഡോ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ ട്രെയിൻ മിറ്റഗോങ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഇപ്പം നിർത്തിയിട്ടേക്കണം കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി സ്ഥലമൊക്കെ കാണാൻ. വരുന്ന വഴി മൊത്തം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഒരു സ്ഥലത്തൊരു ചപ്പചവറുകളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഏകദേശം 4-4.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്, ക്യാൻബറയിൽ എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ ക്യാപിറ്റലായ ക്യാൻബറയിൽ എത്തിയിരിക്കുകയാണ്. ഈ പുറകെ കാണുന്ന ട്രെയിനില്ലേ, ഈ ട്രെയിനിലാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ഒരു സ്റ്റേഷനായിട്ട്, വലിയൊരു സ്റ്റേഷനായിട്ടൊന്നും തോന്നുന്നില്ല, ഒരു ചെറിയൊരു സ്റ്റേഷനാണ്. പക്ഷേ നമ്മുടെ സിഡ്നി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു അത്ര പോരാന്നല്ല, മീൻസ് ഒരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. പക്ഷേ സിഡ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നല്ല ബഹളവും നല്ലൊരു ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മളിനി ഇവരുടെ മെയിൻ സിറ്റി സെൻറ്ററിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:30 ആയിട്ടോ. ഇപ്പം 4 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. സിഡ്നി അപേക്ഷിച്ച് നല്ല തണുപ്പാണ് ഇവിടെ. നല്ല കുത്തിക്കൊള്ളുന്ന ഒരു തണുപ്പിൻ്റെ ഫീലിംഗ് ആണ് നമുക്കുള്ളത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ക്യാൻബറ വന്നതല്ലേ? കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഗസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി 2-3 ദിവസം ഞാൻ ക്യാൻബറയിലുണ്ടാവും. അപ്പം ബാക്കി കാര്യങ്ങൾ ക്യാൻബറ സിറ്റിയിൽ പോയിട്ട് വേണം. അങ്ങനെ ക്യാൻബറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് തന്നെ തൊട്ടുമുമ്പിൽ നിന്ന് ബസ് കിട്ടി കേട്ടോ. ഇത് ക്യാൻബറ ബസ്. ഒരു ബസ്സിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ബസ്സിൽ നിന്ന് ഏതൊരു സ്ഥലത്ത് ഇറങ്ങി ഇനി ഇവിടുന്ന് അടുത്ത ബസ് മാറിക്കയറാമെന്നാണ് ഗൂഗിളും വെച്ച് കാണിക്കുന്നത്. ഭയങ്കര കാമായി പ്ലേസ് ആയിട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നല്ല അടിപൊളി സ്ഥലം. ഈ വരുന്നതാണ് കേട്ടോ ഇവിടുത്തെ ബസ്.
അങ്ങനെ ഞാൻ മറ്റൊരു ബസ് കയറിയിട്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. ഈ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം, സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിഡ്നിയിലെ ബഹളം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ഇങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ 2 ദിവസം താമസിക്കാനുള്ള റൂം. മോശമില്ലാത്ത റൂമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നേരത്തെ നമ്മളല്ലേ റോഡാട്ടോ. പിന്നെ ഈ ബാത്റൂം, ലെറ്റ് മീ ചെക്ക് ദ ബാത്റൂം. ഇതാണ് ബാത്റൂം, വളരെ ചെറിയൊരു ബാത്റൂമാണ്. ഞാനിത് ഇവന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിഡ്നിയിൽ നിന്ന് ക്യാൻബറയിലേക്ക് വന്നത്. ഇവന്മാരിപ്പം എവിടെ കൊണ്ടുവന്ന് വന്ന? ന്യൂസിലാൻഡിൽ നിന്ന്. ഇവിടെ ഏത് സ്ഥലം ഏതാ? ഓസ്ട്രേലിയ. ഇങ്ങോട്ട് എന്തിനാ മൈഗ്രേറ്റ് ചെയ്തേ? ന്യൂസിലാൻഡിൽ നിന്ന് എന്തിനാ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതെന്ന്? ഇഷ്ടപ്പെട്ടോ ഓസ്ട്രേലിയ? ഇഷ്ടപ്പെട്ടോ? ഓസ്ട്രേലിയ ന്യൂസിലാൻഡാണെന്നുള്ളത്? ഓസ്ട്രേലിയ. നിനക്ക് ന്യൂസിലാൻഡ് ഇഷ്ടപ്പെട്ടെ? നിന്റെ ഫ്രണ്ട്സ് എന്തി? നിന്റെ ലവർ എന്തി? ലവറിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഏടൻ ആരെയും മിസ് ചെയ്യുന്നു? ഫിഷിനെയോ? ഏടിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്നാ കുഞ്ഞു? എസ്തർ ആണോ? ഏടിന്റെ ഗേൾഫ്രണ്ടോ? ഏടനെ കാണാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല ഇൻട്രൊഡക്ഷൻ. നമ്മളിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ക്യാൻബറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എവിടെയുള്ള ക്യാൻബറയിലെ ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പം ഇവരാണ് ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പുതിയതായിട്ട് മൈഗ്രേറ്റ് വന്നതാണ് കേട്ടോ. അപ്പം ഇവരുടെ ഇവിടെ ഒരു പുതിയൊരു വീട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വീട് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇന്നലെ നൈറ്റ് ഓൾറെഡി നമ്മൾ പോയി വീട് കണ്ടിരുന്നു. അപ്പം പിള്ളേരെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടി ഹോട്ടലിൽ നിന്നിട്ട് നമ്മൾ നാളെ ആയിരിക്കും ഇവരുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. ഐക്കിയയിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്യണം. അപ്പം അവിടെ വീട്ടിൽ ജസ്റ്റ് വേക്കൻറ്റ് ഹൗസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നാളെ മുതൽ നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകല താമസിക്കുന്നതായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു വീഡിയോസ് ആയിരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഇവരുടെ വീടും കൂടി ഇടാം. നിന്റെ പേരെന്നാ? പേര് പറഞ്ഞു കൊടുത്തേ. നിന്റെ പേര് പറ. അനിയത്തിന്റെ പേരെന്നാ? എഡലിനോ? കുഞ്ഞിന്റെ പേരോ? അന്നൂസിന്റെ പേര് പറ. അന്നൂസിന്റെ ഒറിജിനൽ പേര് പറ. അന്നൂസിന്റെ ഒറിജിനൽ പേര് അന്നൂസ്. എൽഡിൻ. യാ. അപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. ഇനി നമ്മൾ പോകുന്നത് ജിനോ ചേട്ടൻ്റെ സോഫി ചേച്ചൻ്റെ പുതിയ വീട്ടിലേക്കാണ്. അപ്പം നമ്മളിവിടെ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു വില്ല ടൈപ്പാണ്. അപ്പോൾ ഇതിനുള്ളിൽ കയറാം. വീട് ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? കയറുമല്ലേ? നമുക്ക് ഇവരുടെ വീട് കാണാം. വീട്ടിലൊന്നുമില്ല, ജസ്റ്റ് ഒരു എംപ്റ്റി ഹൗസാണ്. ഇപ്പോൾ കയറി വരുന്ന ഏരിയയാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. അന്വേഷണം ഇഷ്ടപ്പെട്ടോ? മൊത്തം 3 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെ എല്ലാം പോയി സാധനം മേടിക്കണം. ഇത് രണ്ടാമത്തെ റൂം. ഇവിടെ കുറച്ച് അത്യാവശ്യം കബാഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പ് പിടിച്ചോ? ഇതാണ് കിച്ചൺ. കിച്ചണിൽ അത്യാവശ്യ കാര്യങ്ങൾ. ഇതാണ് ഹോള്. ഇതിന് ഫുഡ് ഉണ്ടാക്കുക, അങ്ങോട്ടേക്ക് കൊടുക്കുക. നല്ല അടിപൊളി, നല്ല വിശാലമായ ഹാളുണ്ട്. ഇനി ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൂമാണ്. നല്ല വിശാലമായ റൂം. ഇതാണ് വിശാലമായ, ഇത് ബാത്റൂമും കൂടി കേട്ടത്. ഇതിന്റെ ലൈറ്റ് എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള വലിയ കബോർഡുകളും കാര്യങ്ങളൊക്കെ.
പിന്നെ ഇവിടെ ഉള്ളത് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇത് ലോക്ക് ചെയ്തിട്ടൊക്കെ പിള്ളേർ പുറത്തിറങ്ങി ചാടുന്നുണ്ട്. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ. ബാൽക്കണി കാണാം, നല്ല വിശാലമായ ബാൽക്കണി ഉണ്ട് ഇവിടെ. എനിക്കിവിടെ നിന്നുള്ള വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി. ഇതിപ്പം മരങ്ങളൊക്കെ ഇല കൊഴിഞ്ഞ് നിൽക്കണം, ഇവിടെ വിൻ്ററാണ്, അതുകൊണ്ട് മരമൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അടുത്ത്, അതുകൊണ്ട് പിന്നെ പിള്ളേർക്കെല്ലാം നല്ല അടിപൊളിയായിരിക്കും. കുഞ്ഞു ഇഷ്ടപ്പെട്ടോ? ഇവിടെ നിനക്ക് കളിക്കാൻ പോണ്ടേ? എനിക്ക് ചായ ആണോ വേണ്ടേ കോഫിയാണോ വേണ്ടേ? ഇവിടെ രണ്ടുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് വീടിപ്പം നമ്മൾ വാക്കൻ്റായിട്ട് കിട്ടിയതാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഐക്യയിലൊക്കെ പോയിട്ട് സാധനമൊക്കെ മേടിച്ചിട്ട് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീട് ഫുള്ളൊന്നും കൂടി കാണിച്ചു തരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ സാൽവേഷൻ ആർമീൻ്റെ സ്റ്റോറിലാണ് കേട്ടോ. സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്ര ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയില്ല. സാൽവേഷൻ ആർമി സ്റ്റോർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഇവർ റീഫർബിഷ് ചെയ്തിട്ട് ചെറിയ പൈസയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ല പാൻറ്റോ ഷർട്ട് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കിവിടെ ഇവർക്ക് കൊടുക്കാം. അപ്പോൾ അത് അവർ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 100 രൂപയുടെ സാധനമാണെങ്കിൽ ഇവരൊരു 20-25 രൂപയ്ക്ക് അത് കൊടുക്കും. അങ്ങനെയുള്ളൊരു സ്റ്റോറാണിത്. അപ്പോൾ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. കയറുമ്പോൾ തന്നെ ഇവിടെ ഉള്ളത് കുറേ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഡ്രസ്സ് മാത്രമല്ല, ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ പൈസയ്ക്ക് വലിയ വലിയ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് ആൾക്കാർ നമ്മൾ കളയാതെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെറിയ പൈസയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഇതിപ്പം ഈ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ചെയ്ത് കൊടുക്കുന്നത് $300. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വലിക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും എക്സ്ട്രാ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇപ്പം നമുക്ക് എക്സ്ട്രാ സ്പേസ് കിട്ടി. ഒരു നല്ലൊരു കോൺസെപ്റ്റ്, നല്ലൊരു ഐഡിയ ആണല്ലേ. എന്നൂസ് ഉറങ്ങി കഴിഞ്ഞാൽ എന്നൂസാണ് ഇവിടെ ഒന്ന് ചെയറിലിരിക്കുക, ഓരോ ചെയറിലിരിക്കുക, ഉറങ്ങുക. ഇത് തന്നെ പരിപാടി. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യൂസ്ഡ് ഡ്രസ്സുകളാണ്. പക്ഷേ ഇതെല്ലാം വാഷിങ് ചെയ്ത് വീണ്ടും അധികം പൈസ കൊടുക്കാതെ ആൾക്കാർക്ക് മേടിച്ചിടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിവിടെ ഹാങ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ പ്രൈസിൻ്റെ ഒരു 1/3 പോലും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ സൈസിന് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ പ്രൈസിന് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നത്. ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഷോപ്പിൽ ചെല്ലുന്ന പോലെയാണ് ഇവർ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ പക്ഷേ കൂടുതലും ഈ സ്റ്റോറിൽ എനിക്ക് തോന്നുന്നത് ലേഡീസിനുള്ള ഐറ്റംസാണ് കൂടുതൽ. ഉപയോഗിച്ച ഷൂവും ചപ്പലും ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് ബോയ്സിൻ്റെ സെക്ഷൻ. ഇവിടെ കുറച്ച് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ്, ഹാറ്റ്, ക്യാപ്സ്, പിന്നെ ഷോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇത് യൂസ്ഡായ ഐറ്റംസാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നല്ല, പക്ഷേ ഒരു ചെളിയോ ഒന്നുമില്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഇതെല്ലാം ഒരു ഹാങ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ പ്രൈസിൻ്റെ ഒരു 1/3 ഭാഗത്തിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ മാരേജിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ്. കോട്ടും സ്യൂട്ടും അതുപോലെ തന്നെ ഗൗണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഇത് പിന്നെ പാർട്ടി വെയർ സെക്ഷനാണ് കേട്ടോ. പാർട്ടി വെയർ കാര്യങ്ങൾ കൂടുതൽ ലേഡീസ് ഐറ്റംസ് ആട്ടോ ഇവിടെയുള്ള. ഇത് ചെയർ സെക്ഷൻ കേട്ടോ. നമുക്ക് ചെയറുകൾ കാര്യങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവർ ഓരോ സജഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതാണ് വാൾ പെയിൻറ്റ്, വാൾ സ്റ്റിക്കേഴ്സ്, പെയിൻ്റ് അല്ലല്ലോ, പിക്ചേഴ്സ് ഉണ്ട് ഇവിടെ. ഇതും വേണ്ടവർക്ക് എടുക്കാം. പക്ഷെ ഇവിടെ നല്ലൊരു തിങ്ങാണെന്ന് പറയും. ഇവിടെ മലയാളീസ് വന്നിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ കുറേ മലയാളീസ് എല്ലാം വരുന്നുണ്ട്, സജഷൻസും. പിന്നെ നമുക്കിവിടെ വണ്ടിയില്ല ക്യാൻബറയിൽ, അപ്പം ഇവരൊക്കെയാണ് നമ്മളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുന്നതൊക്കെ ചെയ്യും. അങ്ങനെ മലയാളീസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മളിവിടുന്ന് ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ കളർ. ഇതിന് $10 ഉള്ളൂ. നല്ല അടിപൊളി പഫി ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ്. പക്ഷേ അത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് കൂട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കൊച്ചിനും എടുത്തിട്ടുണ്ട്, ഇത് സെയിം കളർ തന്നെ. പിന്നെ ഒരെണ്ണം ഈ ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് $35, പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തണുപ്പെന്ന് പറഞ്ഞാൽ 2 മാസം കൂടി ഉള്ളൂ. അപ്പം നല്ല ഇത്രയും പൈസ ഒരു $10, $200, $235 കൊടുത്തിട്ട് ഒറിജിനൽ മേടിക്കുന്ന ഭേദം ഇവിടെ ജസ്റ്റ് $35 ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി മാലകൾ, ലേഡീസിനെ പറ്റിയ കുറേ നല്ല ഐറ്റംസ്, കുറച്ച് കോസ്റ്റ്ലി
സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കിച്ചൺ ഐറ്റംസ് ഉണ്ട്. ഇവിടെ പ്ലേറ്റുകൾ, മഗ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം അധികം പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നവർക്ക് പൈസ ഒന്നും അധികം ഉണ്ടാകാൻ ഇല്ലാത്തവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് നിറയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഇവിടെ കൊടുക്കുന്നത്. ലോക്കൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, വാട്ടർ ബോട്ടിൽസ്, കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. സാധനങ്ങളുടെ ബില്ലിങ് നടക്കും കേട്ടോ. അപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അതിനിടയിൽ കുറേ ലബൂബ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് അല്ലേ. അപ്പോൾ പേയ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ പിന്നെ കാണാം. നമ്മളൊരു 5-8 മാസം. നിങ്ങൾ ന്യൂസിലാൻഡ് ആയിരുന്നോ? ഞങ്ങൾ UK 8 മാസം. അയ്യോ, UK തണുപ്പിന്റെ കേന്ദ്രമല്ലേ. UK അതുകൊണ്ടല്ലേ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഐക്കയിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഐക്കേൻ്റെ വിശേഷങ്ങൾ കാണാം. ഐക്കേൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് കുറച്ച് ബെഡ് അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. പൈസ തന്നെ കമ്പയർ ചെയ്യാൻ നേരിച്ചു ഇവിടുന്നും. പിന്നെ അതിൽ തന്നെ ഹാർവി നോർമൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പും കൂടിയുണ്ട്. അപ്പോൾ ഇതിലെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ 2 സ്ഥലം പോയി നോക്കിയിട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ പൈസ കുറവ് അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. അങ്ങനെ നമ്മൾ ഐക്കേൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കറങ്ങി കൊടുക്കണം. നമ്മളിപ്പോൾ തന്നെ കയറിയപ്പോൾ ബെഡ് ജസ്റ്റ് നോക്കുകയാണ്. ഇവരെ ഇത് ഫുള്ള് കിട്ടുന്നതായിരിക്കും. ഇതിന് ഓരോന്നും ഇതിന് 799 എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ഫുൾ എൻ്റെ തിങ് നമുക്ക് കിട്ടില്ല. ഇതിന് ഫ്രെയിമിനാണ് 799. പിന്നെ ഇതിൻ്റെ ബെഡിന് വേറെ പൈസ കൊടുക്കണം, അതല്ല പില്ലോയ്ക്ക് വേറെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ. ഇതാണ് ഡൈനിങ് ടേബിള്. എങ്ങനെയുണ്ട്, എടുത്താലോ? എത്രയാണ്? ഓ, അത്രയുണ്ടോ? ലിവിങ് റൂം പോലെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാംഗ്ലൂരുള്ള പോലെ തന്നെ. നമ്മുടെ ബാംഗ്ലൂർ കുറേ പേരെങ്കിലും പോയി വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറായിരിക്കും IKEA. പക്ഷെ ഇവിടെ വന്നതിന് ഏറ്റവും നല്ലതെന്ന് അറിയുമോ, നമുക്കൊരു വീട് വെക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നത് കാണണം എന്നാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മളെങ്ങനെയാണ് വീടിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനങ്ങൾ വെക്കേണ്ടത്, എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ മേടിക്കേണ്ടത് എന്നുള്ളൊരു നല്ലൊരു ഐഡിയ കിട്ടും ഇവിടുന്ന്. പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കുഞ്ഞൂസ ഏതാ വേണ്ടത് നിനക്ക്? കുഞ്ഞിന് ഏതാ വേണ്ടത്? ഇതാണോ വേണ്ടത്? ഇവിടെ സോഫ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവരിതെല്ലാം ജസ്റ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും മേടിക്കണം, ഏതൊക്കെ മേടിക്കണ്ട, പിന്നെ പൈസ നോക്കണമല്ലോ. അപ്പോൾ അതെല്ലാം നോക്കുകയാണ്. ഇത് സോഫയുടെ സെക്ഷനാണ്. ഇത് നമ്മൾ സാൽവേഷൻ ആർമി പോയപ്പോൾ ഈ ഒരു ചെയർ കണ്ടില്ലായിരുന്നോ? ഈ സെയിം ചെയർ IKEAയിലാണ്. ഇതിന് 119 ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഇത് സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കുഷന് വേറെയും ഫ്രെയിമിന് വേറെയാണെന്ന് തോന്നുന്നു. ഇത് ഫുള്ളാണ് 119. കുഷനും ഫ്രെയിമും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇത് പിന്നെ ചെയറിൻ്റെ സെക്ഷൻസാണ്. ഇതൊരു വീട് പോലെ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. അടിപൊളിയല്ലേ? ഇതൊരു കിച്ചൺ അതേപോലെ തന്നെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വീടൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് വന്നിങ്ങനെ നോക്കുവാണെങ്കിൽ പൊളിക്കാം. ഒരു ഡൈനിങ് ഏരിയ ആണ് ഒരു അറേഞ്ച് ചെയ്ത രീതിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ? ഇവിടെ ഇങ്ങനെ നീണ്ടു വീർന്ന് നടക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് കാണാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ജസ്റ്റ് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കിച്ചൻ്റെ ഓരോ മോഡൽസാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഏകദേശം നമ്മുടെ ഐഡിയ കിട്ടും. പൊളിയല്ലേ? കിച്ചൻ്റെ വേറെ മോഡൽസാണ് കേട്ടോ. ഇത് പിന്നെ ഓഫീസ് ചെയർ കാര്യങ്ങൾ, നമുക്ക് വീട്ടിലൊരു ചെറിയ ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ പഠിക്കാനുള്ള രീതിയിലൊക്കെ ബെഞ്ചും ഡെസ്കും ചെയറൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. സെറ്റപ്പിൻ്റെ മോഡൽസാണ് കേട്ടോ. ബെഡ്റൂം സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരവിടെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു.
നമുക്ക് ജസ്റ്റ് നോക്കാം. എൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെറിയൊരു സ്വീഡിഷ് ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്. നമുക്ക് അവിടെ ഇങ്ങോട്ടേക്ക് പോവാം. സെലക്ട് ആയോ? ആണോ? ഇങ്ങനത്തെ അല്ലേ? അന്നൂസിനുള്ള ബെഡ് കിട്ടി കേട്ടോ. എങ്ങനെയുണ്ട് അന്നൂസേ? ഇഷ്ടപ്പെട്ടോ? എടുക്കട്ടെ? ഇപ്പോൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ബെഡ് കിട്ടിയിട്ടുണ്ട് പിള്ളേർക്കുള്ളത്. അപ്പം പിള്ളേർക്ക് ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് ഇത് സെറ്റായിട്ടുണ്ട്. അന്നൂസിന് ഇഷ്ടപ്പെട്ടോ? ഏടണോ? ഓക്കെ. വേറെ വേണോ? ഇത് സെറ്റാക്കല്ലേ? ബോയ്സിൻ്റെ വേണോ? നീ ഇത് ബോയ്സ് ഗേൾസിനൊന്നും ഇല്ല ബെഡിന്. ബോയ്സിന് വേണോ? എനിക്ക് വന്നപ്പോൾ കുറച്ച് ഫുഡ് മേടിച്ചാണ് കേട്ടോ. ഇതൊക്കെയാണ് മേടിച്ചത്. ഉമ്മാരാണെങ്കിൽ തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വീഡിയോ എടുത്തിട്ട് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയതായിരുന്നു.